അച്ഛനാണ് ഗുരു, ഗുരുവിൻ്റെ വിദ്യാഭ്യാസം 8ാം ക്ലാസ് എങ്കിൽ ആ മകന് എന്തൊക്കെ കഴിവുണ്ടാവും? നോർമൽ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ അത്ഭുതപ്പെട്ടു. എന്നാൽ ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്ന അങ്ങനെ ഒരു അത്ഭുത പ്രതിഭാസമാണ്. നമുക്ക് നേരെ ചോദിച്ചു നോക്കാം. ജിനിഷേ, എന്തൊക്കെ അറിയാം ചോദിച്ചു കഴിഞ്ഞാല്, ഞാനിപ്പം എല്ലാവരും ഏറ്റവും കൂടുതൽ അറിയുന്നത് സൗണ്ട് എഞ്ചിനീയറിംഗ്, ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലാണ്. അപ്പോൾ അത് കൂടാതെ ഞാൻ ചെയ്യുന്നത് എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിങ്, പ്ലംബിങ്, അതുപോലെ തന്നെ ഒരു എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്. വെൽഡിങ് ആയിക്കോട്ടെ, അതിപ്പോൾ മരപ്പണി ആയിക്കോട്ടെ, ഇരുമ്പിൻ്റെ പണി ആയിക്കോട്ടെ, സ്റ്റീൽ, എല്ലാ വർക്കും ഞാനും അച്ഛനും കൂടി തന്നെയാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, എത്ര വയസ്സുണ്ട് ഇപ്പോൾ? ഇപ്പം സെപ്റ്റംബറിൽ 15 ആയിട്ടേ ഉള്ളൂ. എത്രാം വയസ്സിലോട്ട് തുടങ്ങിയ സൗണ്ട് എഞ്ചിനീയറിംഗ്? ഞാൻ ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ അന്ന സമയത്താണ് ഞാൻ ഈ സൗണ്ട് ഇറക്കുന്നത്, പുതുതായിട്ട് ഇറക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ ഈ ഒരു സൗണ്ടിന്റെ മേഖലയിലാണ് ഉള്ളത്. ചോദിക്കുമ്പോ കൊറേ ലിസ്റ്റ് ഉണ്ട് പറയാൻ, അല്ലേ? ഇതിപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. അച്ഛനാണല്ലേ ഗുരു? അച്ഛനാണ് ഗുരു. അപ്പൊ നേരിട്ട് അച്ഛനോട് ചോദിച്ചോക്കാം, എന്തൊക്കെ ചെയ്യും എന്ന് ചോദിക്കുന്നതിൽ നല്ല എന്ത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നതാ. കാരണം ഞാൻ എന്തൊക്കെ ചെയ്യും അതൊക്കെ അവനും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള A to Z വർക്കുകൾ, ആ ഫിനിഷിങ്ങും വീടിൻ്റെ മൊത്തം വർക്കുകളായിക്കോട്ടെ, അത് സീലിംഗ് ആയിക്കോട്ടെ, സ്റ്റെയർ കേസ് ആയിക്കോട്ടെ, ചുമരായിക്കോട്ടെ, ഫർണിച്ചർ ആയിക്കോട്ടെ, ഫർണിച്ചറിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, കൊത്തുപണി ആയിക്കോട്ടെ, എല്ലാം ഞാനും മോനും ഭാര്യയും മക്കളും എല്ലാം നമ്മുടെ കുടുംബസമേതം ചെയ്യുന്ന സംഭവങ്ങളേ ഉള്ളൂ അവിടെ മൊത്തം. അപ്പോൾ അത് പല ആൾക്കാർ പല സ്ഥലത്ത് കാണാനൊക്കെ വരും, നമ്മളെ വർക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ പല ആൾക്കാർ കാണാൻ വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഇവൻ എൻ്റെ കൂടെ തന്നെ എപ്പോൾ നിൽക്കും. അപ്പൊ ഞാനൊരു വിളിയെടുത്തൊക്കെ ശരിക്കും എന്റെ മോനൊരു ഇങ്ങനെ ഒരു ജനങ്ങളിൽ കൂടെ എത്താനുണ്ടായ കാരണം എന്താന്ന് പറഞ്ഞാല്, അവനൊരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ആ സമയത്ത് ആ സൗണ്ട് ഇറക്കിയത്, അവനിപ്പോൾ പറഞ്ഞല്ലോ ആ സമയത്ത് ഇറക്കിയത്. 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു 15 മൈക്ക് കുത്തിയിട്ട് ഒരു നാടൻ പാട്ടുണ്ടായിരുന്നു. ഒരു 15 മൈക്ക് കുത്തിയിട്ട് ഒരു നാടൻ പാട്ട് ഇത്രയും ചെറിയൊരു ചെക്കൻ എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും അതൊരു സൗണ്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിമാനം ഓടുന്നതിന് അത്രയും വലിയ സംഭവങ്ങളാണ്. മാത്രമല്ല, കാരണം നമ്മൾ ഈ സൗണ്ട് ഒരു 2 മൈക്കിൽ കൂടുതൽ വരുമ്പോൾ ഹൗളിങ് വരും. അപ്പൊ അത് ഏത് മൈക്കുന്നാന്ന് മനസ്സിലാവില്ല. അപ്പൊ ഇത്രയും മൈക്ക് അങ്ങനെ അന്ന് മുതൽ ഇവനെ ജനങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങിയതാണ്. അന്ന് വലിയ വലിയ ആൾക്കാരൊക്കെ അനുമോദനം, സ്റ്റേജിൽ വെച്ച് അനുമോദനം, പിന്നെ പല സ്ഥലത്തും പിന്നെ സ്റ്റേജിൽ വെച്ചിട്ട് സമ്മാനം കൊടുപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഇന്നിപ്പോ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ലോകം അറിയപ്പെട്ട സൗണ്ട് എഞ്ചിനീയർ എന്ന് അറിയപ്പെടുന്നു. കാരണം ശരിക്കും നമ്മളൊരു സൗണ്ട് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ പഠിച്ചതിന്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയാലേ നമുക്കൊരു എഞ്ചിനീയർ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് സൗണ്ട് എഞ്ചിനീയറായി ഇവനെ എന്തായി ജനങ്ങൾ അംഗീകരിക്കുന്നത് ആ ഒരു ഓൾറെഡി ഇപ്പോൾ വൈറലാണ് അല്ലേ? എത്രയോ വ്ലോഗ് വരുന്നു, എത്രയോ പത്രങ്ങളിൽ വരുന്നു, കണ്ടന്റ് വരുന്നു ഓൺലൈൻ മീഡിയയിൽ, അല്ലേ? എന്ത് തോന്നിയപ്പോ? എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഒരു പ്രായത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും ഈ ഒരു മാധ്യമങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പൊ കുറെ ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷം. ഞാനിപ്പോ ഒരു ചോദ്യം ചോദിക്കാൻ വിട്ടുപോയി, എവിടെയാണ് സ്ഥലം? ശരിക്കും സ്ഥലം നമ്മൾ കണ്ണൂർ കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൂത്തുപറമ്പ് നിർവേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ജിൻഷിന് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള ആരോടാ? നന്ദി പറയാനുള്ളത് തീർച്ചയായിട്ടും അച്ഛനോട് തന്നെയാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിൽ വരാൻ തന്നെ കാരണം അച്ഛനാണ്. അപ്പോൾ ചെറുപ്പത്തിലെ എന്നെ ശീലിപ്പിച്ചിട്ട് ഈ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചതും എല്ലാം ഒരു പ്രൊഫഷണൽ ആൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യിപ്പിച്ചത് അച്ഛനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവന്റെ ഇപ്പോൾ ഒരു സംഭവം എന്താണെന്നറിയോ? അവന്റെ ഇപ്പോൾ ഒരു സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര വലിയ മിക്സർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോകത്തുള്ള ഏത് മിക്സർ ആയിക്കോട്ടെ, അത്രയും ഞാൻ പറയുന്നത് അവനെ ഡിജിറ്റൽ മിക്സർ വില നിങ്ങളൊരു അരമണിക്കൂർ മുമ്പേ അവന്റെ കൈ കിട്ടിയാൽ അവനത് നിഷ്പ്രയാസം കൈകാര്യം ചെയ്യും. പിന്നെ ഒരു സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് വലിയ കോഴ്സ് പോലും പുറത്തു പോയി പഠിക്കില്ല. പിന്നെ നമ്മളെ എല്ലാ തിയറിയും നമ്മൾ ചിന്തിച്ചാൽ കണ്ടെത്തുന്ന എല്ലാ സംഗതികളും, അത് എങ്ങനെ സൗണ്ട് ഇടണം, സൗണ്ട് ഇട്ടാൽ എങ്ങനെ ഇതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബിലെല്ലാം പല ആൾക്കാരും കാണുന്നുണ്ടാവും. കാരണം എടുത്തെടുത്തെല്ലാം ഇവനെ അനുമോദിക്കുന്നതും അതുപോലെ തന്നെ ഇവന്റെ പരിപാടിയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്യലുണ്ട്. അപ്പോൾ ഇവനിപ്പോൾ ഇങ്ങനെ ഒരു സംഭവങ്ങളുണ്ട്. ഇവൻ എവിടെയെങ്കിലും ഒരു ശബ്ദം എടുത്ത് കഴിഞ്ഞാൽ, ചില ആൾക്കാരൊക്കെ ഒരു പ്രോഗ്രാം എടുക്കുന്നുണ്ട്, എത്ര വലിയ സൗണ്ട് എഞ്ചിനീയർ ആയാലും ഒരു ചെറിയൊരു ഹൗളിംഗ് ഒക്കെ വരും, സ്വാഭാവികമായിട്ടും വരും. പക്ഷേ ഇവനെ എടുക്കുന്നിടത്ത് ഇതുവരെ ഉണ്ടായി, ഞാൻ എൻ്റെ മകനെ പൊന്തിച്ച് പറയുന്നതെന്ന് ചിന്തിക്കരുതേ. കാരണം നമ്മൾ അങ്ങനെ ഉള്ളത് കാര്യം പറയണമല്ലോ. അപ്പോൾ നമ്മൾ പരിപാടി കാണുന്ന കുറേ ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ ഹൗളിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ പക്ക ക്ലാരിറ്റിയിൽ നമ്മളൊരു എങ്ങനെ കേൾക്കാൻ പറ്റും, അതാണ് ഇവന്റെ ഒരു. ഇതിപ്പോ നമ്മളിവിടെ കാണുമ്പോൾ
ഏറ്റവും ബഹുമാനിക്കുന്ന ഗുരു അച്ഛനാണെങ്കിൽ അതിലും വലിയൊരു സന്തോഷം. കാരണം മകൻ ഈ ഒരു ചെറിയ ഏജിൽ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുക, അതും ഒരു കുറ്റമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു കുറ്റം കുറവുകളും ഇല്ലാതെ വളരെ ഭംഗിയായി ഒരു കാര്യം ചെയ്തെടുക്കാന്ന് പറയുന്നത് ഭയങ്കര വലിയ പറഞ്ഞൊരു സംഭവങ്ങളുണ്ട്. കാരണം സൗണ്ട് എഞ്ചിനീയർ ഒരു സൗണ്ട് മേഖല എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ പ്രായത്തിൽ കൈവെക്കാതെ ആരും ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ഞാൻ എന്താ പറയുന്നത്, ഒരു സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾ, അവർക്കൊരു മക്കളുണ്ടെങ്കിൽ അവരത് എന്തൊക്കെ തിരിക്കോ അല്ലെങ്കിൽ വോളിയം കൂട്ടാനോ കുറക്കാനോ ഒക്കെ അറിയായിരിക്കും. പക്ഷേ ഇവനൊരു സൗണ്ട് എഞ്ചിനീയർ ആ രീതിയിൽ നമ്മളെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് അറിയാം. അതിൻ്റെ ഉള്ളിൽ ശരിക്കും എന്താന്ന് പറഞ്ഞാൽ ഈ ശബ്ദം എങ്ങനെ ഇടണം, ഏതെല്ലാം ഇത് ശബ്ദം ഏത് വിധത്തിലിട്ടാലാണ് നമ്മളെ ചെവിട്ടിലേക്ക് വരിക. പിന്നെ എന്തെങ്കിലും ഒരു ശബ്ദം, ഇപ്പം ഞാനെന്താ പറഞ്ഞ നമ്മളൊരു സബ് ഇട്ടു, ആ സബ് ഇന്ന് അവന് കിട്ടിയ ആ വർക്കിംഗ് നാളെ അവന് കിട്ടിയില്ലെങ്കിൽ അവൻ പരിപാടിയിലെടുത്ത് മൊത്തം വയർ കഴിച്ച് പിന്നെയും ചെയ്ത് അത് മാറ്റി കൊത്തി തിരിച്ചു മറിച്ച് ഇവനെ എങ്ങനെയാണോ ആ മുമ്പ് കേട്ട് ആ ചെവിയിൽ കയറിയത് ആ സാധനം കിട്ടുന്നത് വരെ ഇവൻ ചെയ്യും. ഒന്ന്. രണ്ടാമതൊരു സംഭവം നമ്മൾ അനുഭവത്തിൽ പറയുന്നൊരു സംഭവമാണ്, എൻ്റെ പണിക്കാരൊക്കെ പറയുന്നൊരു സംഭവമാണ്. പിന്നീട് ഒരു സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലൈൻറ്റ്, ചെറിയൊരു ശബ്ദം, എന്തെങ്കിലും അത്ര ക്ലാരിറ്റി, ഒരു ചെറിയൊരു വിശിഷ്യം, അത് സൗണ്ട് എഞ്ചിനീയർമാർക്ക് സൗണ്ട് മേഖലയിൽ കളിക്കുന്നവർക്ക് മനസ്സിലാവും, പുറമേൽ ഒരാൾക്ക് തിരിയില്ല. എന്നാലും ഇവനൊരു തൃപ്തിയായിട്ട് ഇവൻ സാധനം മാറ്റിച്ചാലും അത് പറ്റില്ല, അതൊരു ആ സാധനം എനിക്ക് മാറ്റണം എന്നാലേ ശരിയാവുന്നുണ്ട്. ആ സാധനം മാറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് പരിപാടി. അപ്പൊ ശരിക്കും അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കും. ഞാൻ മോനോട് ചില സമയമൊക്കെ പറയും, മോനെ ഇല്ല, ഞാൻ പറയാറുണ്ട്, ഞാൻ ചില സമയം ഞാൻ പറയും, മോനെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം എന്താ സംഭവം എന്ന് അറിയാം, ഇതായിരിക്കും തിരിയൊന്നുമില്ല. ഇത് നമ്മളെ പോലെ ഇതിന്റെ അകത്ത് ലേശം ഒരു ധാരണയില്ല ആൾക്കെ തിരിയുള്ളൂ, പക്ഷെ അവന് തൃപ്തിയാവില്ല. ഞാൻ ഒരു രഹസ്യം ചോദിക്കട്ടെ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുപ്പത്തിൽ തെറ്റുകളൊക്കെ പറ്റുമ്പോൾ അച്ഛൻ വഴക്ക് പറയായിരുന്നോ? അച്ഛൻ എന്തെങ്കിലും അത് അച്ഛൻ പറയും, അത് പോട്ടെ, നമുക്ക് എന്തായാലും തെറ്റുകളിലൂടെയാണ് നമ്മൾ എന്തും പഠിക്കുന്നത്. നീ അത് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല അല്ലേ? തെറ്റുകൾ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, ഞാൻ ഇന്ന് വരെയും ഇത്രയും പ്രായങ്ങളായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഒന്ന് അടിക്കേണ്ട വന്നിട്ട് ഒരു കൂട്ടം കൊണ്ട് അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. അത് നമ്മളെ ജീവിത രീതികളായിരിക്കാം ചിലപ്പോൾ, അത് ഇന്നുവരെ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെടുമ്പോൾ ഇവനെ ഒരു ഇതുണ്ടാവും. കാരണം എന്താ, നമ്മൾ ചെയ്യുന്ന സമയത്ത് അതെന്തെങ്കിലും കത്തിപ്പോവുകയൊക്കെ ചെയ്യുമ്പോൾ. പക്ഷെ ഞാൻ അവരോട് പറയുന്നൊരു സംഭവമുണ്ട്, നമ്മൾ നഷ്ടപ്പെട്ടാലേ എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഓരോ ശാസ്ത്രജ്ഞന്മാർ എന്തെല്ലാം നശിപ്പിച്ചിട്ടാണ് അവരൊന്ന് കണ്ടുപിടിക്കുന്നത്. ഞാൻ വേറെ കാര്യം ചോദിക്കാം. ഇപ്പോൾ ഏകദേശം ഒത്തിരിയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ചേട്ടനാണെങ്കിലും ഇവനാണെങ്കിലും ചേട്ടൻ്റെ മകൻ്റെ സ്വന്തങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ, അതായത് എനിക്ക് ഇത്രയും വിദ്യാഭ്യാസം കുറഞ്ഞു, കുറച്ചും കൂടി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാൻ പറ്റും, അത് എപ്പോഴെങ്കിലും ഒരു തോട്ട്സ് വരികയില്ല? ഞാനത് നേരെ തിരിച്ചാ ചിന്തിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, കുറച്ച് മുമ്പ് എന്നെ പഠിപ്പിച്ച ടീച്ചർ എന്നെ കണ്ടായിരുന്നു. എന്നെ കണ്ടിട്ട് എന്നോട് റോട്ടുമല്ല വെച്ച് എന്നോട് പറയാൻ, ജഗദീഷ് എവിടെ നോക്കുമ്പോൾ നിന്റെ ഫോട്ടോ അല്ലേ, എവിടെ നോക്കുമ്പോൾ നിന്നെ കൊണ്ടല്ലേ ആള് പറയുന്നുള്ളൂ എന്ന്. ഞാൻ ഈ ഫീൽഡല്ല, അതെ കുറച്ച് ജ്യോതിഷമല്ല, ആ രീതിയിലുള്ള കുറച്ച് മേഖലകളുണ്ട്. പിന്നെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും കൈവെക്കും, തൊടാത്ത ഫീൽഡുകളില്ല, എല്ലാ മേഖലകളും കൈവെക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു, എവിടെ നോക്കുമ്പോൾ നിന്റെ ഫോട്ടോ മാത്രം, നീ മുന്നേ കൊണ്ടല്ലേ ആള് പറയുന്നുള്ളൂ എന്ന്. ഞാൻ ആ ടീച്ചറോട് അന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. കാരണം അന്ന് ഞാൻ പഠിച്ചൊരു ഡോക്ടറോ എഞ്ചിനീയർ ആയിട്ടുണ്ടെങ്കിൽ ഈ പേരുണ്ടാവില്ല എനിക്ക്. ഒരു ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും ആ നാട്ടിലെ 10 ആളെ അറിയുള്ളൂ അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഇവിടെ ആയാൽ പോലും നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഒരു ഡോക്ടർ എഞ്ചിനീയർ ഇന്റർവ്യൂവിന് അല്ലേ? അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ കേട്ടോ, അതായത് ഇത് ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഒരു പ്രചോദനം കിട്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി സ്വന്തം പ്രയത്നത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇപ്പൊ ചേട്ടനൊരു ജ്യോതിഷം കൂടിയാണ്, അതിൻ്റെ ഒപ്പം അതുകൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു, അത് സ്വന്തം മകന് പറഞ്ഞു കൊടുക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് പേർക്ക് അറിവ് കൊടുക്കുന്നു. പലപ്പോഴും ഒരുപാട് വിദ്യാഭ്യാസമുള്ള അച്ഛനും അമ്മയ്ക്കും പലപ്പോഴും സ്വന്തം കുഞ്ഞുങ്ങളെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റാറില്ല. ഒരുപക്ഷെ അവരുടെ തിരക്ക് കൊണ്ടായിരിക്കാം, മറ്റൊരു കാര്യം അതെങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു വ്യക്തമായ ബോധം അവർക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തനാണ് ചേട്ടൻ. പലപ്പോഴും കാര്യങ്ങൾ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ചിന്തയിലായിരിക്കരുത്, അത് അവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു. ഓരോ കുഞ്ഞുങ്ങൾക്കും അവരുടെ ബ്രെയിൻ വ്യത്യസ്തമാണ്, പല രീതിയിലാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അവർ ചിലപ്പോൾ 1 or 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട്. പലപ്പോഴും പാരന്റ്സിനൊന്നും അത് പറ്റാറില്ല. അവിടെ ചേട്ടൻ വളരെ വ്യത്യസ്തനാണ്. അതെങ്ങനെ സാധിക്കും? ഇതില് വേറൊരു സംഭവങ്ങളുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ ചേട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിലും വിദ്യാഭ്യാസമില്ല അത്രയും ആൾക്കാർ. പക്ഷെ ഞാൻ ഈ വിദ്യാഭ്യാസത്തിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മൾ ഇന്ന്
എന്തുകൊണ്ട് പറയാൻ കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ പലപ്പോഴും സർട്ടിഫിക്കേഷൻ, വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് മീഡിയം, CBSE എന്ന് പറഞ്ഞ പാരന്റ്സ് ഇതിൽ പുറകെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ആയതുകൊണ്ടാണ് ഞാൻ അതിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്. കാരണം എന്ത് നമുക്ക് കഴിവുണ്ടെങ്കിലും എന്ത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു സ്ഥലത്ത് നമ്മളൊരു വർക്ക് ചെയ്യണമെങ്കിൽ എത്ര പേര് പഠിച്ചു എന്ന് ചോദിക്കുള്ളൂ. വിദ്യാഭ്യാസം വലിയൊരു ഘടകം തന്നെയാണ് ഇതിൽ. പക്ഷേ ഈ വിദ്യാഭ്യാസം ഘടകമാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് ഞാൻ കൂടുതൽ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറയാൻ കാരണം ഞാൻ വിദ്യാഭ്യാസത്തിനേക്കാളും കൂടുതൽ പഠിച്ചതിനേക്കാളും കൂടുതൽ എല്ലാം നേടിയിട്ടുണ്ട്. ഞാൻ ഈ പഠിച്ചിട്ട് ഒരു നല്ലൊരു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു വലിയൊരു സെറ്റപ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ മേഖലകളൊന്നും ഞാൻ കൈവെക്കൂല. ഞാൻ ഏകദേശം എന്ന് പറഞ്ഞാൽ ഞാൻ വയലിൻ അത്യാവശ്യം വായിക്കും, ചെറിയ തബല വായിക്കും, ഫ്ലൂട്ട് വായിക്കും, സൗണ്ട് എഡിറ്റ് ചെയ്യും, വീഡിയോ എഡിറ്റിംഗ് ചെയ്യും, ആശാരിപ്പണിക്കും, കൊത്തുപണി എടുക്കും, വെൽഡിങ് ചെയ്യും, ചിത്രം വരക്കും, പ്ലംബിംഗ് ചെയ്യും, DJ പരിപാടി, സൗണ്ട് എഞ്ചിനീയർ ആണ്. ഏകദേശം ഇത് മാത്രമല്ല, അത്യാവശ്യം ജ്യോതിഷം കാര്യങ്ങൾ, അതേപോലെ കൗൺസിലിംഗ്